വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പുനലൂരിന്ന് പോകൊണ്ടായിരുന്നേ. അപ്പൊ നമ്മള് പുനലൂർ പാലത്തിൽ കേറി. ഇതിപ്പോ ഒരു ട്രാവൽ വ്ളോഗാണ്. ശരിക്കും പുനലൂർ തൂക്കുപാലമാണ്. ഇത് ഏത് നദിയിലാണ് ബന്ധിപ്പിക്കുന്നതെന്ന് അറിയോ? കല്ലടയാറുണ്ടല്ലോ, അതിന്റെ രണ്ട് തീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ്. പിന്നെ ഇത് ആയില്യം രാജാവിന്റെ കാലത്താണ് കേട്ടോ. ഇതെന്നാ പണിയെഴുപ്പിച്ചത്? 1877 ആൽബർട്ട് ഹെൻറി ആണ് ഇത് രൂപകൽപ്പന ചെയ്തതല്ല. ഈ ഒരു പാലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദക്ഷിണേന്ത്യ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാലമാണ്, തൂക്കുപാലമാണ് ഇത്. ഏത്? പുനലൂർ തൂക്കുപാലം. അപ്പൊ ഇത് ഏത് നദിയാണെന്നറിയോ? കല്ലടയാറുണ്ടല്ലോ, അതിന്റെ കുറുകെയായിട്ടാണ് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പൊ നല്ല രസമായിരുന്നു. അവിടെ പോയിട്ട് നമ്മള് കുറച്ചു നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളങ്ങനെ നല്ല രസമായിരുന്നു. ചെറുതാണെങ്കിൽ താഴോട്ടൊക്കെ നോക്കി ചാടാൻ പോകുന്നതാണ് കയറുന്നത് കേട്ടോ. അപ്പം നമ്മള് പുനലൂരില് നമ്മുടെ കസിന്റെ വീട്ടിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പൊ നമ്മള് നല്ല കിടിലും സീ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടനാവട്ടത്തിലാണ് കേട്ടോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൊല്ലത്തുള്ളവർക്കൊക്കെ പ്രിഫർ ചെയ്യാവുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ മൽഗോവ. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് നമുക്ക് ഫുഡ് പക്ഷെ തീർന്നു പോവാ ആ ഒരു ടൈം ആയിരുന്നു. 3 ആയപ്പോ. പക്ഷെ നേരത്തെ വരുന്നവർക്ക് കിഡിലും ഫിഷ് ഫ്രൈസ് ഒക്കെ കിട്ടും. ഓഫർ ഉണ്ട് അവിടെ. 4 ഫിഷ് അങ്ങനെ എന്തോ വരുന്നുണ്ട്. സീ ഫുഡ് ഐറ്റംസ് 4 എണ്ണം. 4 പേർക്ക് നല്ലതിൽ ആവശ്യമായിട്ട് കഴിക്കാം. അതാ, അതുപോലെ അല്ലെ കളിക്കാനൊക്കെ കുട്ടികൾക്ക്. പുറത്ത് വെച്ച് കഴിക്കാം, അകത്ത് വെച്ചും കഴിക്കാം. പുറത്ത് നല്ല ഇഷ്ടം പോലെ വൈബാണ് പുറത്ത് കഴിക്കുന്നത്. അത് പിന്നെ നമ്മൾ അവിടെ കുറച്ചു നേരം കഴിച്ചു. പിന്നെ ഇതിപ്പം ഓടനാവട്ടം എന്ന് പറയുമ്പോ ശരിക്കും കൊല്ലത്ത് നിന്ന് ഒരു 24 കിലോമീറ്റർ അല്ല, ഒരു 45 മിനിറ്റ് എടുക്കുന്നു. പിന്നെ എന്താ, ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ ആണ് പുനലൂരിലേക്കുള്ളത്. ഓടനാവട്ടത്തിൽ നിന്ന് 25 കിലോമീറ്റർ. അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയി. നമ്മള് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ഉണ്ട് കേട്ടോ. നല്ല ഫിഷ് ഫ്രൈ ഒക്കെ നല്ല ഫിഷ് ഫ്രൈ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഫിഷ് ഫ്രൈയും. പിന്നെ ബീഫൊക്കെ അവിടുത്തെ സീൻ ബീഫ്. ഫ്രഷ് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ. അതാണ്. പക്ഷെ റൈസാന് മാത്രം ഗ്ലാസ് ചേഞ്ച് ആയി. അവൻക്ക് കുറച്ചുണ്ടായിരുന്നു. അവനാണ് ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അവൻക്ക് തന്നെ ചെറിയൊരു ഗ്ലാസ്സിലായതുകൊണ്ട് ആള് പിണങ്ങിയിരിക്കുവായിരുന്നല്ലോ. നമ്മള് കുറെ കുടിച്ചിട്ട് അവന്റെ ലാസ്റ്റ് വന്നപ്പോ നമ്മള് കുടിച്ച അത്രയായിരുന്നു. വന്നപ്പോ അവൻക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പതുക്കെ കുടിച്ച്. പക്ഷെ എന്റെ വയറ് നിറയാറായി. ഇവന്റെ വയറ് നിറഞ്ഞതുമില്ല. ഗൈസ്, അപ്പൊ ഞാനും റൈസാനും നൂഡിൽസ് ആണ് കേട്ടോ. ഗൈസ്, ഞാൻ ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ അബ്ബയും അമ്മയും ഊണായിരുന്നു. പ്രോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചൂര ഫ്രൈ ഉണ്ടായിരുന്നു. ഇന്നൊരു മസ്റ്റ് ട്രൈ ഉണ്ട്. ഫുള്ള് ഒരു കിടിലം ഫിഷ് ഫ്രൈ കിട്ടി. അത് നല്ല ടേസ്റ്റാ, കിടിലം ടേസ്റ്റാ. ചുരയാണോ? ചൂരയായിരുന്നു. എനിക്ക് വേറൊന്നും അറിയില്ല. എന്നാലും ഈ കടല ഇതാണ് ഞാൻ പറഞ്ഞ ബീഫ് കേട്ടോ. ഇത് പൊറോട്ടയും ബീഫാണ്. നല്ല സ്പൈസിയാ. നല്ല സ്പൈസി കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം. സ്പൈസ് ഉണ്ടായിരുന്നുണ്ട്. ചെറിയത് നല്ല കരയായിരുന്നു. ഐസ്ക്രീം വേണമെന്ന്. എലിവെന്തില്ലായിരുന്നു. ഐസ്ക്രീം കഴിക്കാണ്. അതിനായിരുന്നു അവന് ഈ കരഞ്ഞ്. പക്ഷെ അച്ഛന് ഞങ്ങള് തിരിച്ചു പോയപ്പോഴേക്കും നൈറ്റ് ആയല്ലേ. കൊല്ലത്തോട്ട് വന്നപ്പോഴേക്കും നൈറ്റ് ആയി. നമ്മള് കസിൻസിന്റെ വീട്ടിലേക്ക് പോയി സ്പെൻഡ് ഒക്കെ ചെയ്തു.
പിന്നെ അവിടെ മെൽബറീസും പിന്നെ എന്താ ബിംബീസ് അല്ലേ, മറ്റേ ഇരുമ്പംപുളി, ഇരുമ്പുള്ളിയും അതെല്ലാം കൊണ്ടുവന്നു. അതാ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെല്ലാം നിങ്ങൾ പിന്നെ പിറ്റേ ദിവസം കഴിച്ചല്ലോ അതെല്ലാം കൊണ്ടുവന്നിട്ട്. നമ്മൾ പോകുന്ന സ്ഥിരം സ്ഥലമാണ് തിരിച്ചു വന്നപ്പോ കൊല്ലത്തെത്തിയപ്പോ പിന്നെ ഇവിടെ കയറി ഓരോ ഐസ്ക്രീം ഒക്കെ അടിച്ച് റൈസാക്ക് വേണം പറഞ്ഞിട്ടാ മേടിച്ച്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഫ്ലേവറല്ലേ വാങ്ങിച്ചത്? എന്റെ ജാക്ക് ഫ്രൂട്ട് ആയിരുന്നു. ജാക്ക് ഫ്രൂട്ടാ. പിന്നെ ഇപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇരുമ്പംപുളി വെച്ചിട്ട് ഇതെന്താ മുളക് പൊടി. പക്ഷെ ഇവരെ മുളക് പൊടി എല്ലാം വേസ്റ്റ് ചെയ്തു കേട്ടാ. കൂടുതലായിപ്പോയി. കൊള്ളാട്ടോ ഞാൻ പോന്നെ. എന്ത് കൊക്കോ പൗഡറോ? പിന്നെ പാലോ പഞ്ചസാര ഇട്ട്. എന്തോരം മുളക് പൊടിയാണ്. വയറിളക്കി കിടക്കരുത് കേട്ടോ ഇവിടെ. ഫ്രീസർ ഇച്ചിരി തണുപ്പ് ആവണം.